പൊതു ഇടമാണ്. പൊതുവിൽ പൊതു ഇടങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരങ്ങളിൽ ഒരു ഗ്യാതറിങ്ങിന് കൂടിയിരിക്കാൻ, ഒപ്പം കൾച്ചറൽ ഇവന്റ്സ് നടത്താൻ ഇന്ന് പലയിടത്തും നമുക്ക് സ്ഥലങ്ങളില്ലാതെ പോവുകയാണ്. ഏതൊരു നഗരത്തിലും എന്തെങ്കിലും കൾച്ചറൽ ഇവന്റ്സ് നടത്തണം, പൊതുയോഗങ്ങൾ നടത്തണം, അതൊക്കെ അനിവാര്യമാണ്. അങ്ങനെ നടത്താൻ പലയിടത്തും സ്ഥലമില്ല. ഇവിടെയാണ് പത്തനംതിട്ട നഗരസഭ ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് ഒരു ടൗൺ സ്ക്വയർ ഇവിടെ രൂപീകരിച്ചിട്ടുള്ളത്. ഈ ടൗൺ സ്ക്വയർ വെറുതെ ആക്കി കൊടുക്കരുത് കേട്ടോ. വെറുതെ കൊടുത്തൊരു വിലയുണ്ടാവില്ല. ചടങ്ങ് നടത്താൻ എല്ലാവർക്കും ഒരു നിശ്ചിത ഫീസ് നിശ്ചയിക്കണം. വെറുതെ കിട്ടിയ ജനങ്ങളാ, അത് വെറുതെ കിട്ടിയല്ലേ. പബ്ലിക് ഇവന്റ്സ് നടത്താൻ, മറ്റു പരിപാടികൾ നടത്താനൊക്കെ ഒരു മിനിമം റെന്റ് നിങ്ങൾ നിശ്ചയിക്കണം. മിനിമം റെന്റ് നിശ്ചയിക്കുന്നില്ലെങ്കിൽ ഇതിനൊരു വിലയില്ലാതായി പോകും. അതൊരു വലിയ പൈസ നിശ്ചയിക്കണം എന്നല്ല പറയുന്നത്. ഒരു അഫോർഡബിൾ ആയൊരു റേറ്റ് ഇവിടെ നിശ്ചയിക്കാൻ പത്തനംതിട്ട നഗരസഭ തയ്യാറാവണം എന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ MLA ഞങ്ങളൊക്കെ ഒന്നിച്ചൊരു സ്ഥലത്തിരുന്നവരാണ്. 14ാമത് കേരള നിയമസഭയിൽ ഒരു ബ്ലോക്കായിരുന്നു. ഇപ്പൊ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. ഏറ്റവും മികച്ച നിലയിൽ കേരളത്തിന്റെ ആരോഗ്യ മേഖല കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രിമാരിൽ ഒരാളായി മാറാൻ കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ പല രോഗങ്ങളും പടർന്നു പിടിക്കുന്ന ഘട്ടത്തിലാണ്. കോവിഡ് എന്ന മഹാമാരിയുടെ ആ യുദ്ധമുഖത്ത് വെച്ചാണ് അദ്ദേഹം ആ പദവി ഏറ്റെടുത്തത്. എന്നാൽ ആ പദവി ഏറ്റെടുത്ത് മാസങ്ങൾ പിന്നിടുമ്പോഴേക്കും കോവിഡ് എന്ന മഹാമാരിയെ തോൽപ്പിക്കാൻ അതിന്റെ യുദ്ധമുഖത്ത് അവർ നേതൃത്വം കൊടുത്തു. ആ വകുപ്പ് വളരെ നന്നായി കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്കറിയാം, ഹെൽത്ത് എന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേരളത്തിലെ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, അത് ഹെൽത്താണ്, ആരോഗ്യമാണ്. ആരോഗ്യം എല്ലാവർക്കും പ്രശ്നമാണ്. അപ്പൊ അതിനകത്ത് ഇടപെടുമ്പം എന്തെങ്കിലും തരത്തിൽ പോരായ്മ സംഭവിച്ചാൽ അപ്പം തന്നെ വിമർശനവും മറ്റും വരും. പക്ഷെ വിമർശനങ്ങളൊന്നും തന്നെ ഇല്ലാതെ കേരളത്തിലെ ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ പബ്ലിക് ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ, അതോടൊപ്പം ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരു സംവിധാനത്തെ ഒരേപോലെ കോർത്തിണക്കി കൊണ്ടുപോകുക എന്ന ശ്രമകരമായ ദൗത്യമാണ്. ആ ദൗത്യം നിർവഹിക്കുന്നതിൽ പ്രിയപ്പെട്ട നിങ്ങളുടെ MLA വിജയിച്ചു എന്ന് രേഖപ്പെടുത്താൻ എനിക്ക് സാധിക്കും. കാരണം രണ്ടു പക്ഷത്തുമില്ലാത്ത നിഷ്പക്ഷനായി കാര്യങ്ങൾ കാണുന്ന ഒരു സഭാനാഥൻ എന്ന നിലക്ക് എനിക്ക് ഉറപ്പിച്ചു പറയാം, നല്ല നിലയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഇവിടെ സൂചിപ്പിക്കാനുള്ള കാര്യം, ആരോഗ്യ മേഖല ഇപ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റ്. അത് ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ടാണ്. ക്യാൻസർ ഒരു മഹാരോഗം തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ അതിനെ ചെറുത്തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും, അത് തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞാൽ. ഞാൻ കേരളത്തിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ക്യാൻസർ ചികിത്സാ കേന്ദ്രം ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA ആണ്. അത് മലബാർ ക്യാൻസർ സെന്ററാണ്. അതുകൊണ്ട് ദൈനംദിനം അവിടുത്തെ രോഗികളെ കാണുന്ന ഒരാളാണ് ഞാൻ. മണ്ഡലത്തിൽ MLA ആകുന്നതിന് മുമ്പും MLA ആയപ്പോഴൊക്കെ അവിടെ പല കാര്യങ്ങൾക്കും വേണ്ടി ഇടപെട്ടത് കൊണ്ട് ക്യാൻസറിന്റെ ഭീകരത ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. ഇവിടെയാണ് ബഹുമാനപ്പെട്ട മന്ത്രി ഇനീഷ്യേറ്റ് ചെയ്തുകൊണ്ട് 30 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് ക്യാൻസർ സ്ക്രീനിംഗ് ട്രസ്റ്റ് ആരംഭിച്ചിരിക്കുകയാണ്. അത് മാമോഗ്രാം ഉൾപ്പെടെ സ്ത്രീകൾക്കാണ് ആരംഭിച്ചിട്ടുള്ളത്. ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള ക്യാൻസറുകൾ വരാതിരിക്കാൻ ആവശ്യമായ മുൻകരുതൽ എന്ന നിലക്കാണ് അതിനെ മുൻകൈയെടുത്തിട്ടുള്ളത്. ഇത് കേരളത്തിലെമ്പാടും വ്യാപിപ്പിക്കും. അതിന്റെ ഭാഗമായി അത് തുടക്കം കുറിച്ചിട്ടുള്ളത് നിയമസഭാ അംഗങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ നിരവധിയായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ആരോഗ്യ മേഖല നമുക്ക് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കുന്നു. അവരെ ശക്തമായി പിന്തുണക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമാണ്. ഇതൊരു ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. എന്താ ലോക്കൽ സെൽഫാണ്? തദ്ദേശ സ്വയംഭരണമാണ്. അതിലിവിടുത്തെ MLA എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം, ഇത് പ്രാദേശിക ഭരണകൂടമാണ്. ഇവിടുത്തെ ചെയർമാനുണ്ട്, ഇത് പ്രാദേശിക ഭരണകൂടമാണ്. ഈ പ്രാദേശിക ഭരണകൂടത്തോട് എനിക്ക് പറയാനുള്ള കാര്യം, സ്വയം നിങ്ങളുടെ റിസോഴ്സസ് നിങ്ങൾ കണ്ടെത്തണം. സർക്കാരിന്റെ ഫണ്ടിങ് ഉണ്ടാകും, പക്ഷേ സർക്കാരിന്റെ ഫണ്ടിങ്ങിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പോകാൻ പാടില്ല. ഈ കാര്യത്തിലല്ല പറയുന്നത്, പൊതുവിൽ ഞാൻ പറയുന്നത്. ഇതൊരു വലിയ നഗരമാണ്. ഞാൻ വരുന്നൊരു നഗരം 155 വയസ്സ് പ്രായമുള്ള നഗരമാണ്.
ഇവിടെ ഇതൊരു നഗരമാണ്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, പത്തനംതിട്ട നഗരസഭ, പത്തനംതിട്ടയുടെ വികസനത്തിന് ആവശ്യമായ പണം നിങ്ങൾ കണ്ടെത്തണം. അത് എങ്ങനെ റിസോഴ്സ് മൊബിലൈസ് ചെയ്യാം, ആ റിസോഴ്സ് മൊബിലൈസേഷനെ കുറിച്ചാണ് ഇവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ഇവിടുത്തെ മുനിസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെയൊക്കെ പണം കണ്ടെത്താൻ കഴിയും. അത് ജനങ്ങളുടെ മകളെ അടിച്ചേൽപ്പിച്ചല്ല, എങ്ങനെ ഏതൊക്കെ രീതിയിൽ ഈ നഗരസഭയ്ക്ക് സ്വയം പര്യാപ്തമായി മുന്നോട്ട് പോകാൻ ഏതൊക്കെ മേഖലകളിൽ സാധിക്കും, അതിനുതകുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. രണ്ടാമത്തെ കാര്യം, സർക്കാർ ഫണ്ടുകൾ നൽകും. സർക്കാർ ഫണ്ട് ഒരിക്കലും ഭൂമി വാങ്ങാൻ നൽകില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കയ്യിലെ കാശ് കൊണ്ട് നിങ്ങൾ ഭൂമി വാങ്ങിച്ചിടണം. എന്തിനാ ഭൂമി വാങ്ങിക്കുന്നത്? സർക്കാർ പ്രൊജക്ടുകൾ കൊണ്ടുവരാനാണ്. സർക്കാരിന്റെ പ്രൊജക്ടുകൾ ഒരുപക്ഷെ നിങ്ങളുടെ MLA മുൻകൈയെടുത്തുകൊണ്ട് ഏതെങ്കിലും പ്രൊജക്ട് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ സർക്കാർ ഫണ്ട് നൽകിയാൽ അതിന് തടസ്സമായി നിൽക്കുന്നത് മുഖ്യമായും ഫണ്ടാണ്, ഭൂമിയാണ്. അതുകൊണ്ട് ഭൂമി നിങ്ങൾ വാങ്ങിക്കണം. ഏതെങ്കിലും തരത്തിൽ പ്രൊജക്ടുകൾ തുടങ്ങാൻ, പ്രൊജക്ടുകൾ ആരംഭിക്കാൻ, ഇപ്പോൾ ഒരു വലിയ ഹോസ്പിറ്റൽ കൊണ്ടുവരണം, ആദ്യം നോക്ക് എത്ര സ്ഥലമുണ്ട്. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇപ്പോഴുള്ള പ്രശ്നം, ഞാൻ ഈ കോടതിയുടെ കെട്ടിടം വരാൻ പോകണം അല്ലേ. കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി ഹൈക്കോടതിയുടെ ജഡ്ജിമാരും ബഹുമാനപ്പെട്ട മന്ത്രിയും ഞങ്ങളൊക്കെ ഒന്നിച്ച് യാത്രയാണ്. കോർട്ട് കോംപ്ലക്സ്, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ കോർട്ട് കോംപ്ലക്സ് ഉദ്ഘാടനം ചെയ്ത് പണി പൂർത്തിയാക്കി, ഉദ്ഘാടനത്തിന് ഒന്ന് പോയവരാണ്. അപ്പൊ ഡിസ്ട്രിക്ട് കോർട്ട് കോംപ്ലക്സിന് നിങ്ങൾ സ്ഥലം കണ്ടെത്തി അതിന്റെ നിർമ്മാണത്തിലെ കാര്യങ്ങൾ നീങ്ങാൻ പോവുകയാണ്. ഈ നഗര അവിടെ വലിയ രീതിയിൽ വികസനത്തിൽ, ഇങ്ങനെ വികസനത്തിന് എങ്ങനെയൊക്കെ ഫണ്ട് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും, അതിന് ഏറ്റവും അനിവാര്യമായി വരുന്നത് ലാൻഡ് തന്നെയാണ്. മുനിസിപ്പാലിറ്റി മുൻകൈ എടുത്തുകൊണ്ട് ലാൻഡ് വാങ്ങിക്കണം. ആ ലാൻഡിനകത്ത് പ്രൊജക്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയും നിങ്ങളുടെ MLA ഉപയോഗപ്പെടുത്താം. ആ രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മൾ ആലോചിക്കേണ്ടത്. പിന്നെ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, ഞാൻ പറയാം, എന്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 155 വർഷം. നിങ്ങൾക്ക് ഇല്ലാത്ത എനിക്ക് കുറെ പരിമിതികൾ. എന്താ പരിമിതി? ഒരു ഭാഗത്ത് കടലാണ്, വേറൊരു ഭാഗത്ത് പുഴയാണ്, വേറൊരു ഭാഗത്ത് കണ്ടലാണ്, വേറൊരു ഭാഗത്ത് റെയിലാണ്, വേറൊരു ഭാഗത്ത് കോട്ടയാണ്. തടസ്സാണ്. ആർക്കിയോളജിയുടെ ക്ലിയറൻസ് വേണം, CSR ക്ലിയറൻസ് വേണം, കോസ്റ്റൽ റെഗുലേഷൻസ് ഉണ്ട്, CRZ ക്ലിയറൻസ് വേണം. ഇങ്ങനെ നിരവധി പരിമിതി ഞങ്ങൾക്കൊക്കെ ഉണ്ട്. അത്തരം പരിമിതികൾ ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാം. ഞാൻ ഏതാണ്ട് 20 വർഷം എന്നെ കുറിച്ച് കോമ്പ്യൂർ പറഞ്ഞത് MLA സ്പീക്കറായിട്ട് ആദ്യമായിട്ട് വരുന്നു, പക്ഷെ ഇവിടെ സ്ഥിരം വന്നുപോയതാണ് ഞാൻ. ഏതാണ്ട് 2 പതിറ്റാണ്ടുകളുമായി പത്തനംതിട്ടയിൽ സ്ഥിരമായി വന്നു പോയിക്കൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇപ്പം പിന്നെ അങ്ങനെ വരുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ വരാനും പറ്റില്ലല്ലോ. എന്തെങ്കിലും പരിപാടി വെച്ച് ക്ഷണിച്ചാൽ മാത്രമേ വരാൻ പറ്റൂ. അതിന്റെ ഭാഗം വരുന്നുണ്ട്. പൊതുപ്രവർത്തനം ആരംഭിച്ച ഘട്ടം മുതൽ വിദ്യാർത്ഥി യുവജന രംഗത്ത് പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ക്യാമ്പ് ചെയ്ത ജില്ല ഒന്ന് പത്തനംതിട്ടയാണ്. അതുകൊണ്ട് പത്തനംതിട്ട നഗരസഭയുടെ ഭൂമിശാസ്ത്രം നോക്കി ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ലാൻഡിന്റെ ഷോർട്ടേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വാങ്ങിക്കാൻ പറ്റും. പിന്നെ ഇനീഷ്യേറ്റ് ചെയ്യേണ്ടത്, ഞാൻ അഭിമാനത്തോടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഗവൺമെന്റ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ് ആണ്. ജനങ്ങൾ കൂടി സഹകരിക്കുമ്പോൾ വികസനം ഉണ്ടാവും. അല്ലാതെ എല്ലാം സർക്കാർ തരും കാര്യമില്ല. ചില കാര്യങ്ങൾക്ക് ജനങ്ങൾ കൂടി സഹകരിക്കണം. അത് സർക്കാർ, ജനങ്ങളുടെ കാഴ്ചപ്പാട് എന്താ? എല്ലാം സർക്കാരുകൾ അല്ല. സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്, അതിനപ്പുറത്ത് ജനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതാണ് പാർട്ടിസിപ്പേറ്ററി ഗവർണൻസ്. വികസനത്തിന്റെ കാര്യത്തിൽ, ഗവൺമെന്റിന്റെ കാര്യത്തിൽ ജനങ്ങൾ സഹകരിക്കുക. ഞാൻ പറയാം 2 മോഡൽ. ഞാൻ അഭിമാനത്തോടെ പറയുന്ന മോഡൽ കോടിയേരി മോഡൽ എന്നാണ്. കോടിയേരി എന്ന പേര് പരിചയപ്പെടുത്തേണ്ട ആവശ്യകത ഇവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ മോഡൽ? വികസനത്തിൽ ജനങ്ങളെ ഭാഗമാക്കുക. അതിന്റെ ആദ്യത്തെ മോഡൽ അദ്ദേഹം മുൻകൈ എടുത്ത് ആരംഭിച്ച ചൊക്ലി ഗവൺമെന്റ് കോളേജാണ്. കോളേജിന് ഞങ്ങളുടെ അടുത്ത് ഭൂമിയില്ല. പിന്നെ ഇവിടത്തെ പോലെ റവന്യൂ ഭൂമി പുറമ്പോക്കൊന്നും ഞങ്ങളുടെ യോജിച്ചില്ല. കാരണം ഞങ്ങളുടെ കടൽ മാത്രമല്ല, കടലുണ്ടാക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെയാണ് ജനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് ഏതാണ്ട് 5 ഏക്കർ ഭൂമി ജനങ്ങൾ വാങ്ങിച്ചെന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ജനങ്ങളുടെ ബക്കറ്റ് പൊളിക്ക് അദ്ദേഹം മുൻകൈ എടുത്ത് ചൊക്ലി ഗവൺമെന്റ് കോളേജ് ആരംഭിച്ചു. ഒരുപക്ഷെ ചരിത്രത്തിന്റെ വിധി വൈപരീതമാകാം, ആ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ പേര് തന്നെ വീണ്ടും നൽകേണ്ടി വന്നു. രണ്ടാമത്തത് ബഹുമാനപ്പെട്ട മന്ത്രിക്കറിയാം, മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ. മദർ ആൻഡ് ചൈൽഡ് ഹോസ്പിറ്റൽ ആരംഭിക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല, സർക്കാർ ഭൂമിയില്ല. 2.5 ഏക്കർ ഭൂമിയാണ് ജനങ്ങൾ മുൻകൈ എടുത്തുകൊണ്ട് അതിൽ പിന്നീട് ഒരു മാതൃഭൂമി പത്ര മുഖപ്രസംഗം എഴുതി വികസനത്തിന്റെ കോടിയേരി മോഡൽ, വികസനത്തിന്റെ തലശ്ശേരി മോഡൽ. ഒരു ദിവസം ബക്കറ്റ് കുലുക്കിയപ്പം 1,32,00,000 രൂപ ബക്കറ്റിലൂടെ ശേഖരിക്കാൻ കഴിഞ്ഞു. അത് വികസനത്തിന്റെ ജനകീയ മോഡലുകളാണ്. ഞാനതിന് ഇവിടെ പറയുന്ന, ഇവിടെ ആ നിലയിൽ വരണം. അത് ജനങ്ങൾ എല്ലാം സർക്കാർ തരണം.
എല്ലാ മുനിസിപ്പാലിറ്റി ചെയ്യണം എന്ന രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല. നിങ്ങൾക്കും ഉത്തരവാദിത്തമുണ്ട്. ഈ പത്തനംതിട്ട നഗരസഭ ഇവിടെ വികസനം വരാൻ നിങ്ങളും പങ്കാളികളാവണം. അതുപോലെ PPP മോഡൽ അതിനെ സ്വാഗതം ചെയ്യണം. ഏതൊക്കെ സെക്ടറിനകത്ത് PPP ആവാം ചർച്ച ചെയ്യണം. അങ്ങനെ ഒരു നഗരത്തിന്റെ വികസനത്തിന് ഏതൊക്കെ മോഡൽ സ്വീകരിക്കാൻ സാധിക്കുമോ അതിനെല്ലാം മുൻകൈ എടുക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. മറ്റ് എല്ലാ നഗരവും നേരിടുന്ന പോലത്തെ ഒരുപക്ഷെ പ്രശ്നം ഇവിടെ ഉണ്ടാവാൻ സാധ്യത. എന്നാ മാലിന്യം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പൊതുബോധം വളർത്തിയെടുക്കണം. നമ്മുടെ കാഴ്ചപ്പാട് എന്താ? നമ്മുടെ വീട്ടിലെ മാലിന്യം ആരാന്റെ വളപ്പിൽ തള്ളേണ്ടതാണ്. മറ്റുള്ള ആൾ ആരാന്റെ വളപ്പ് തന്നെ മനസ്സിലാവില്ല. മറ്റുള്ള ആളുടെ പറമ്പിൽ കൊണ്ടുപോയി ചാടേണ്ടതാണ്. ഈ മൈൻഡ് സെറ്റ് മാറണം. മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പൊതുബോധം നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റണം. ഉത്ഭവ സ്ഥലത്ത് തന്നെ മാലിന്യം സംസ്കരിക്കണം. ഉത്ഭവ സ്ഥലത്ത് തന്നെ, പ്രഭവ സ്ഥലത്ത് തന്നെ അതിനുതകുന്ന രീതിയിലുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റണം. മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ മുനിസിപ്പാലിറ്റി ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. നമ്മളൊക്കെ വിളിച്ചു പറയും, പക്ഷെ നമ്മൾ പറഞ്ഞാലും കേൾക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? ചിലർ മാലിന്യം എടുത്ത് എവിടെയും കൊണ്ട് തള്ളുമ്പോൾ ജനപ്രതിനിധികളെ കൊണ്ട് വിളിപ്പിക്കും, ഫൈനിട്ടാൽ എങ്ങനെ ഒഴിവാക്കി തരണം. ഒരു തരത്തിൽ നിൽക്കാൻ പാടില്ല. കേരളം ഒരു ടെറൈനാണ്, ഒരൊറ്റ വരയാണ്. മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ഒരുപാട് ലാൻഡൊന്നും കേരളത്തിലില്ല. അതുകൊണ്ട് കേരളം പോലുള്ള സംസ്ഥാനത്ത് മാലിന്യം പാതി വഴി ഉപേക്ഷിക്കുമ്പം അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾക്ക് എത്രയാണ്? പ്രത്യാഘാതം ഒരു സംശയവും വേണ്ട, അത് പരിസരമാകെ വൃത്തികേടാക്കും. നമ്മളൊക്കെ വെൽ ഡ്രസ്ഡ് ആണല്ലേ? ഇവിടെ ഇരിക്കുന്ന ആരും മോശമല്ല. ഒരൊറ്റ നോട്ടത്തിൽ ആരും മോശക്കാരല്ല. സ്റ്റേജിലിരിക്കുന്ന ഒരു മോശക്കാരല്ല. പക്ഷെ നമ്മുടെ മനസ്സിലോ നമുക്ക് ഒരു മതിയുമില്ലാതെ പുറത്തുകൊണ്ടുപോയി തള്ളും. എന്നാൽ ആഡംബര കാറിൽ വരിക, ദിക്കി തുറന്നു വെക്കാൻ മെല്ലനെ തട്ടിക്കളയാം. വീട്ടിലെ മാലിന്യം ഇതിന്റെ സ്ഥിതി. ഒരു കാരണവശാലും അത്തരം പ്രവണതകൾ നാം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. മാലിന്യ സംസ്കരണം ചില ലിഗസി വേസ്റ്റ് എന്ന് പറയുന്നത് ലിഗസി ആരോ കൊണ്ടുപോയിട്ടല്ല. നമുക്ക് വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് ഒരു കോൺസെപ്റ്റ് ഉണ്ടാവണം. ഒരു കാരണവശാലും മാലിന്യം പൊതുവഴി സംസ്കരിക്കാനോ പൊതുവഴി കൊണ്ടുപോയിടാനോ അലക്ഷ്യമായി ഉപേക്ഷിക്കാനോ ആരെയും നാം അനുവദിക്കാൻ പാടില്ല. അത്തരം അനുവദിക്കുന്നവർക്കെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച് നമുക്ക് മുന്നോട്ട് പറ്റണം. ഒരു മുനിസിപ്പാലിറ്റിയുടെ പരിപാടി പങ്കെടുക്കും. ഇതാണ് മുഖ്യമായി ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അതുകൊണ്ട് മുനിസിപ്പാലിറ്റി കൗൺസിലർമാർ വളരെ വലിയ ഉത്തരവാദിത്തം. അത് മാത്രമല്ല, നമ്മൾ ഈ മാലിന്യത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മുടെ ഹരിത വോളണ്ടിയർമാർ ചിലർ പ്രത്യേകിച്ച് ഫീസ് പോലും കൊടുക്കില്ല. ഞങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരു ഹരിത വോളണ്ടിയർ പറഞ്ഞു പൈസ ഇരുന്നില്ല മര്യാദയ്ക്കാൻ പറ്റുന്നു. എന്തൊരു മര്യാദകളാണത്? ഹരിത വോളണ്ടിയർ മഹാസാധി പണി എല്ലാവരും കൊടുക്കില്ല. അങ്ങനെ വരുന്നവർക്ക് കൃത്യമായി സർവീസ് ചാർജ് പോലും കൊടുക്കാൻ ചില തയ്യാറാവുന്നില്ല. അവിടെയാണ് കൗൺസിലർമാർ ഇടപെടേണ്ടത്. കൗൺസിലർമാർ കൃത്യമായി ഇടപെടണം. സർവീസ് ചാർജ് കൊടുക്കുന്നതിന് അവരോട് പറഞ്ഞത് ശരിയല്ല. ആ രീതിയിൽ മാലിന്യ സംസ്കരണത്തിന് ശക്തമായ നിലപാട് സ്വീകരിച്ച് സർക്കാർ പോകുമ്പം ഒപ്പം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുൻകൈ എടുക്കുമ്പം അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹരിത വോളണ്ടിയർമാർ നാം പിന്തുണക്കാനും മുന്നോട്ട് വരണമെന്നുള്ളതാണ്. മാലിന്യം പാതി വഴിയിൽ തള്ളുമുണ്ടാകുന്ന പ്രത്യാഘാതം ഒന്ന് തെരുവ് നായ്ക്കളാണ്. തെരുവ് നായ്ക്കൾക്ക് നമ്മളെക്കാളൊക്കെ ഭക്ഷണമല്ലേ കിട്ടുന്ന ഇറച്ചിയും മീനും എല്ലാം കഴിച്ച് ഒരു സുപ്രഭാതത്തിൽ കിട്ടാതിരിക്കുമ്പോൾ ആള് മനുഷ്യനെ കടിക്കാൻ വരും. മനുഷ്യനെ കടിക്കാൻ വരുമ്പം ചെയർമാനെ ചീത്ത വിളിച്ചിട്ട് കൗൺസിലറെ ചീത്ത വിളിച്ച് MLA ആക്ഷൻ വെച്ചിട്ട് കാര്യമില്ല. തെരുവ് നായ്ക്കളെ അവർക്കാവശ്യമായ രീതിയിൽ യഥേഷ്ടം ഭക്ഷ്യസാധനങ്ങൾ തെരുവിൽ വലിച്ചെറിഞ്ഞ് ആ പ്രത്യാഘാതത്തിന്റെ ഭാഗമാണ് തെരുവ് നായ്ക്കളെന്ന് മറന്നുപോകരുത്. അതുകൊണ്ട് വളരെ കർക്കശമായ നിലപാട് നമുക്ക് സ്വീകരിച്ചു പോകാനാവണം. വികസനത്തിന്റെ കാര്യത്തിൽ ഇനി ആകെ 5-8 മാസം ബാക്കിയുള്ള നഗരസഭ അതിന്റെ ഭാഗമായ ഒരു ഇനീഷ്യേറ്റീവ് ഇവിടെ നടന്നു പൂർത്തീകരിക്കപ്പെട്ടു. ഇനി എന്തെങ്കിലും ഉണ്ടോ അതെല്ലാം സമയബന്ധിതമായി പൂർത്തീകരിക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വികസനത്തിൽ രാഷ്ട്രീയം പാടില്ല. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇലക്ഷൻ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞു, അല്ലാതെ ഇലക്ഷന് ശേഷവും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കുറ്റം പറഞ്ഞ് അടികൂടി കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഉണ്ടാവില്ല. ഇലക്ഷൻ കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ കൗൺസിലർമാർ അവർ യോജിച്ചു പോകേണ്ടവരാണ്. നല്ല രീതിയിൽ മുൻകൈ എടുത്ത് പ്രവർത്തിക്കേണ്ടവരാണ്. ഇനി കേവലം 8 മാസം മാത്രമാണ് നമ്മുടെ മുന്നിൽ തെരഞ്ഞെടുപ്പിലുള്ളത്. അതിനു മുന്നായി നടപ്പിലാക്കാൻ സാധിക്കുന്ന പരമാവധി വികസന പ്രവർത്തനങ്ങൾ, അമൃത് പദ്ധതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല, വികസന പ്രവർത്തനങ്ങൾ പരമാവധി നടപ്പിലാക്കാൻ യോജിച്ചുകൊണ്ട് നഗരസഭാ ഭരണാധികാരികൾ മുന്നോട്ട് പോകണം. അതിന് ഫലപ്രദമായ പിന്തുണ നൽകാൻ എക്സിക്യൂട്ടീവ് മുന്നോട്ട് വേണം. സെക്രട്ടറി ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ രീതിയിൽ ഫലപ്രദമായ പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്കുണ്ടാകും എന്ന പ്രതീക്ഷയിൽ
മറ്റു കൂടുതൽ കാര്യങ്ങളിലും കടന്നു പോവാതെ നിങ്ങളെല്ലാം അനുവാദത്തോടുകൂടി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം.